RS-232 ഉപയോഗിച്ച് ബോർഡുകൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് RS-232 ഉപയോഗിച്ച് സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇവിടെ ഇതാണ് ഇതിൻ്റെ ബോർഡിലെ, ചില ബോർഡിൽ ഈ ഇതുണ്ടാവില്ല, സ്ലോട്ട് ഉണ്ടാവില്ല. ഇവിടെ സ്ലോട്ട് ഉണ്ട്, നോക്കുക. ഇവിടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് GND. ഈ സൈഡിൽ ഫസ്റ്റ് വരുന്നത് GND, അത് കഴിഞ്ഞിട്ട് TXD, ലാസ്റ്റ് RXD. അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് റെഡ് വയർ ഞാൻ കൊടുത്തിരിക്കുന്നത് GNDയിലാണ്, ഗ്രൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നടുക്കത്തെ വയർ കൊടുത്തിരിക്കുന്നത് TXD ആണ്, ട്രാൻസ്ഫർ ഡാറ്റ. ലാസ്റ്റ് വയർ കൊടുത്തിരിക്കുന്നത് റിസീവിംഗ് ഡാറ്റ, RXD ആണ്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് RXD, റിസീവിംഗ് ഡാറ്റ, ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് വരുമ്പോൾ തിരിച്ചു കൊടുക്കണം. അതായത് ഇതിനകത്ത് 1, 2, 3, 4, 5 മുകളിൽ അതായത് 1, 2, 3, 4, 5 മുകളിൽ 5 പിന്നും താഴെ ഉള്ളത് 4 പിന്നുമാണ്. അങ്ങനെയാണ് 9 DB9 എന്നാണ് പറയുന്നത്, 9 ഉള്ളത്. അതിനകത്ത് നമ്മൾ രണ്ടാമത്തതാണ് RXD, മൂന്നാമത്തതാണ് TXD, അഞ്ചാമത്താണ് GND, ഗ്രൗണ്ട്. അപ്പോൾ ഇവിടുത്തെ RXD ഇവിടെ വരുമ്പോൾ TXD ആവും, ഇവിടുത്തെ TXD ഇവിടെ വരുമ്പോൾ RXD ആവും. ഗ്രൗണ്ട് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഈ കണക്ടറിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ TTL ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാമർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. TTL കണക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു. ഈ TTL കണക്ടർ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാമർ ഉപയോഗിച്ച് ഞാൻ മുമ്പ് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമർ വെച്ച് CH350 ഇതിന് പകരമായിട്ട് ഈ USB സീരിയൽ പോർട്ട് കണക്ഷന് പകരമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് നമ്മൾ ബോഡിയിൽ നിന്ന് സീരിയൽ പോർട്ടിന് കണക്ഷൻ എടുത്തിട്ട് ഈ DB9 ഈ സീരിയൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ലോഡർ എടുക്കുക, GX ലോഡർ. ഓരോന്നിനും ഓരോ ലോഡറുണ്ട്. മോണ്ടേജിന് വേറെ ലോഡറാണ്. ഓരോ ചിപ്പ് സെറ്റിനും അനുസരിച്ച് അതിൻ്റെ ലോഡർ വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. പിന്നെ ഡൗൺലോഡ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ ഈ ലോഡറാണ് എടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് RR ഫയലായിട്ടാണ് വരുന്നത്. നമുക്കത് ലോഡർ കിട്ടി. ഇതാണ് ലോഡർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. GX 6605 ഒക്കെ ഉണ്ട്. നമുക്കതല്ല വേണ്ടത്. നമുക്ക് അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിട്ടുണ്ട്. GX 6605 ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് അതെടുക്കുക. കാരണം GX 6605 കുറേ സീരീസ് ഉണ്ട്. നമ്മൾ അതെടുക്കുക. അതിൻ്റെ GX 6605 ജനറിക് ഫ്ലാഷ് ബൂട്ട്. ഇതിനും കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇരുന്നത് ജനറിക് ഫ്ലാഷ് ബൂട്ടാണ്. പിന്നെ കോമൺ, ഇതിനകത്ത് കോമൺ 1 ഉണ്ട്, കോമൺ 3 ഉണ്ട്. ഏതിലാണോ നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ആയിരിക്കുന്നത് അതിൽ കോമൺ 1 ആണെങ്കിൽ കോമൺ 1 എന്ന് ഇടുക. ഇത് കോമൺ 1 ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മാറ്റി കൊടുത്താൽ മതി. സീരിയൽ ഡൗൺ ഇടുക, ഓൾ ഇടുക. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഏത് പ്രോഗ്രാമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതാണോ നമ്മളിതിനകത്ത് സ്റ്റോർ വെച്ചിരിക്കുന്നത്, ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തെ ഡിസ്കുകൾ വന്നു. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് എടുത്തു. ഡെസ്ക്ടോപ്പിൽ നമ്മൾ LPY all.bin എന്ന സോഫ്റ്റ്വെയർ ഇട്ടിട്ടുണ്ട്, അതെടുത്തു. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പം വിൻഡോസിൽ ഡിഫൻഡർ ഉള്ളതാണ് ഇങ്ങനെ ഇത് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് അലോ ആക്സസ് കൊടുക്കുക. ഇതുപോലെ കാണിക്കും. ഇതുപോലെ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് പവർ കണക്ട് ചെയ്യണം. ഇതിലേക്ക് പവർ ഇതിലേക്ക് കണക്ട് ചെയ്യുക. പവർ കണക്ട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പവർ, അതായത് ഈ പവറിൻ്റെ പിന്ന്, ഈ പവർ പിന്ന് ഇതിൻ്റെ റിസീവറിൻ്റെ പവർ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. പവർ ഓൺ ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. പവറിൻ്റെ പോയിന്റ് കണക്ട് ചെയ്യുക. ഇത് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല ഒന്നിച്ച്, വീഡിയോയും ഇതും കൂടി. അത് ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിക്കാം.